ഹലോ, എന്താ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മുടെ വീട്ടില് ഉപ്പ രാവിലെ പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് എന്ത് മീനാണ് നമ്മളെ ഫിലോപ്പിയ മീൻ ഒരു 3 കിലോ ഉണ്ടാവും. എത്ര ഉണ്ടത്? രണ്ടാണോ? അരക്കിലോ പൊരിച്ച് 2.5 കിലോ മീന് ഉപ്പ പോയിട്ട് ഫിലോപ്പിയ മീൻ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അതിന്ന് കറിയും അതുപോലെ തന്നെ മസാല ആക്കി പൊരിക്കണതുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഈ വീഡിയോ യൂട്യൂബിലായാലും അങ്ങനെയൊക്കെ പല വിധത്തിലും കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മുടേതായ രീതിയിൽ അല്ലമ്മ എങ്ങനെയത് തേങ്ങ വെച്ചിട്ടാണോ? തേങ്ങ വെച്ചിട്ട് വെക്കുന്ന ഒരു വീഡിയോ കാണാട്ടാ. അപ്പോൾ മീനൊക്കെ നന്നാക്കി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ക്ലീൻ ആക്കണമെന്ന് നമ്മൾ എടുത്തില്ല, ക്ലീൻ ആക്കണ ആള് ഞാനായിരുന്നു. അപ്പോ നമ്മള് ബാക്കി വിശേഷങ്ങളിലോട്ട് പോവാം. അതിനുള്ള കുക്ക് ഉമ്മയാട്ടാ. ഉമ്മ റെഡി ആവുന്നുണ്ട്. ഇവിടെ ഉമ്മക്ക് നമുക്ക് മൈക്ക് കൊടുക്കാം, പിന്നെ ഉമ്മഅടുത്ത് ചോദിക്കാം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഏതാണെന്ന്. അതിന്റെ A to Z കാര്യങ്ങൾ നമുക്ക് വിശേഷങ്ങൾ അറിയാം. അപ്പൊ വീഡിയോയിലോട്ട് പോയാലോ? ബയോ. അപ്പൊ എല്ലാവർക്കും പള്ളത്ത് ഫാമിലി വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പൊ അസ്സലാമലൈക്കും, അത് മറക്കരുത്. അപ്പൊ എല്ലാവർക്കും അസ്സലാമലൈക്കും ആൻഡ് പള്ളത്ത് ഫാമിലിക്ക് സ്വാഗതം. വീണ്ടും സലാം പറഞ്ഞിട്ട് പള്ളത്ത് ഫാമിലിക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ അടിപൊളി പിലോപ്പി കറി പോയാലോ? വരി. ഉമ്മ പോയി കഴിഞ്ഞു. ഉമ്മയാണ് മെയിൻ കുക്ക്, ഞാൻ ഷെഫാണ്. ഉമ്മയാണ് മെയിൻ കുക്ക്, ഞാൻ ഹെൽപ്പർ. അപ്പൊ മീൻ നന്നാക്കി കൊടുത്തത് ഞാനാണ് കേട്ടാ. അപ്പൊ മുള്ളു മാത്രമൊക്കെ വെട്ടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാണ് കേട്ടാ. അപ്പൊ നമുക്കത് കാണാം. തക്കാളി, ഇത് എത്ര തക്കാളി ഉണ്ട്? 3 തക്കാളി ഉണ്ട്. ചെറിയുള്ളി അത്യാവശ്യത്തിന് എന്തായാലും ഉണ്ടാവും, അത് 100 ഗ്രാം. പച്ചമുളക് ഒരു 4 ഉണ്ടാവും തോന്നുന്നു അല്ലേ? ഇഞ്ചി ആവശ്യത്തിന്. ഇത് നമ്മള് ചെറിയ വെളുത്തുള്ളി അതിലുണ്ട് കേട്ടാ. അപ്പൊ അത് ആവശ്യത്തിന് മാറ്റി വെക്കുക. പിന്നെ ഉള്ളത് കണ്ടില്ലേ, നമ്മുടെ മീനാണ്. മീന് വന്നിട്ട് ഒരു 4 എണ്ണം വന്നിട്ട് നമ്മള് മസാല ഉണ്ടാക്കി വെക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇതിന്റെ ഒപ്പം തന്നെ കാണിക്കാം. അത് വാഴയില് മസാലയൊക്കെ ആക്കാൻ പോവാണ് കേട്ടാ. അപ്പൊ ആദ്യം ഓയിൽ ഒഴിക്കാണ്. ഉമ്മ അങ്ങനെയാ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണ അപ്പൊ ഓയിൽ ഒഴിക്കാണെന്ന്. അപ്പൊ മീനിന്റെ കാര്യം ഇവിടെ റെഡി ആയിട്ടുണ്ട്, അതിവിടെ വെക്കാം. അപ്പൊ ഉമ്മ ആദ്യം ഓയിൽ ചട്ടിയെടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച്, ഇനി നമ്മള് ചെറിയ ഉള്ളി, ഈ മീൻ കറിക്ക് പിലോപ്പിയാണ് വെക്കണേ. ആ പിലോപ്പി വെക്കുമ്പോ അതിന് മീൻ കറി ചെറിയ ഉള്ളി തന്നെ നമ്മൾ എടുക്കണം. അപ്പൊ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത്രയൊന്നും വേണ്ട, പിന്നെ കുറച്ച് മതി. അതില് ഒരു 2-3 അല്ലി വന്നിട്ട് വെളുത്തുള്ളി, ഒരു ചെറിയ തുണ്ട് ഇഞ്ചി, നല്ലപോലെ ഇളക്കി കൊടുക്കാം. കൊറേ നാളായില്ലേ കുക്കിംഗ് വീഡിയോ ഒക്കെ ബ്ലോഗ് പിടിച്ചിട്ട്, തപ്പിപ്പിടുത്തായി. ഞാൻ ഇളക്കി തരാം അമ്മക്ക്. എന്തൊക്കെ ഇടുന്നത് അത് പറഞ്ഞോട്ടാ. നമ്മളിതില് ചെറിയ എല്ലാം പറഞ്ഞല്ലോ നേരത്തെ. ഇതില് നമ്മൾ കുറച്ച് ഉലുവ ആവശ്യത്തിന് ഉലുവ, പിന്നെ വലിയ ജീരകം പെരുംജീരകം വെച്ചിട്ട് തേങ്ങയിൽ അരച്ചിട്ടുണ്ട്. ഇന്നൊക്കെ പൊടി എല്ലാരും വാങ്ങ, ഇന്നൊക്കെ ഒരു പൊടി. മഞ്ഞൾ സാധനം പോടുങ്കോ. ഉള്ളി നല്ല ചോക്ക കണ്ട് നമുക്ക് എന്ത് കാട്ടണം? പച്ചമുളക്. എല്ലാവർക്കും മീൻകറി വെക്കാനറിയാതൊന്നുമില്ല. പക്ഷെ ചിലവര് ഇങ്ങനെ വെക്കും, ചിലവരെല്ലാം കൂട്ടി അടുപ്പത്ത് വെക്കും, ഇറക്കുമ്പോ കാച്ചും. നമ്മളിത് ഈ മീൻ കിട്ടുമ്പോൾ മാത്രമേ നമ്മൾ ഇങ്ങനെ ചെയ്യാറുള്ളൂ. കടൽ മീനൊക്കെ നമ്മളെല്ലാം കൂട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആയ ശേഷമാണ് നമ്മൾ ഉള്ളി കാച്ചി കൊട്ടുക. വേണമെങ്കിൽ ഒരു തരി ഉലുവയിടും, ഒരു തരി വേപ്പിലിട്ട് കാച്ചി വെക്കും. ഈ മീൻ വെക്കുമ്പോ നമ്മളിങ്ങനെ തന്നെ ചെയ്യുള്ളൂ. ബ്രാലായാലും ശരി, പുഴമീനായാലും ശരി, പിലോപ്പി ആയാലും ശരി, ഒക്കെ നമ്മളിങ്ങനെ തന്നെ ചെയ്യാം. ഇതേപോലെ നിങ്ങൾ വറ്റാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾ വെച്ചിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. അതുപോലെ ഈ പിലോപ്പി മീനിന് വേറെ സ്ഥലത്ത് വേറെ മീനെ പറയാ, കരിമീൻ എന്ന് പറയും ഇതിനെ. കരിമീന് എന്ന് പറയില്ല, ജിലേപ്പി എന്ന് പറയുന്നുണ്ട് ചിലവര്. കോട്ടമീൻ അല്ല, ജിലേപ്പി. അപ്പൊ നമ്മള് തക്കാളി ഇടണം.
നമ്മൾ കടൽ മീൻ വെക്കുമ്പോൾ അത്ര സാധനങ്ങളൊന്നും വേണ്ട. അപ്പൊ ഒരു തക്കാളി ഉണ്ടെങ്കിൽ മതി. കുറച്ച് മീനൊക്കെ വെക്കുമ്പോൾ ഒരു തക്കാളി 2-3 ഉള്ളി അതൊക്കെ മതി. പക്ഷെ ഇങ്ങനെ വെക്കുമ്പോൾ ചേർവകയൊക്കെ നല്ലപോലെ ചേർക്കണം. എരിവും പുളിയും ഉപ്പും കട്ടയ്ക്ക് ഉണ്ടാകണം, ഒപ്പം ഉണ്ടാകണം. എന്നാൽ തന്നെ മീൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ നല്ലപോലെയൊക്കെ അയക്കണ് കണ്ടില്ലേ, നല്ലപോലെ അയക്കണ്. ഇനി നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത് നമ്മൾ കൊടുക്കണം. എല്ലാം എത്ര ടീസ്പൂൺ ഉണ്ടാവും? നോക്കിയിട്ടുണ്ട് ആവശ്യത്തിന്. ഇതിപ്പോൾ ആരും അറിയാത്തവരൊന്നും ഇല്ല, നമ്മൾ വീഡിയോയിൽ കാണിക്കണമെന്ന് മാത്രം. നല്ല മണം വരുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് ആവിക്കണതാകട്ടെ. നമ്മുടെ വീഡിയോനെ കുറിച്ചിട്ട് 2 വാക്ക് പറയുമ്പോ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കും. നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോ ഏത് കുക്കിങ്ങാ? അല്ല മറ്റേ പള്ളത്തെ ഫാമിലി മറ്റേ അഭിനയിച്ചിരുന്നത് അന്നന്ന് നമ്മള് ഇപ്പൊ നമുക്ക് ഓരോന്ന് ഉണ്ടാക്കി കഥ ഉണ്ടാക്കിയിട്ട് നമ്മളെ അപ്പൊക്കന്നെ എടുത്തിട്ട് അപ്പൊക്കന്നെ അഭിനയിച്ചിടുകയാണ്. അതില് നിങ്ങള് വിചാരിക്കും ചിലപ്പോ എന്താ അവരിങ്ങനെ എടുക്കണമെന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോ കറി അങ്ങോട്ട് കുറിയായി പോവും. അല്ല പുളി ഓട് കഴിയാൻ കളഞ്ഞാ കുറച്ച് ഇവിടെ ഒരു കാര്യം നടക്കുന്നുണ്ട് കേട്ടാ, വേറെ ഒന്നുമല്ല. അപ്പുറത്തെ കറി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മസാല എന്താണ് മീൻ വറക്കണ മസാലയോ അല്ല മീൻ പൊള്ളിക്കാൻ പോകണ്ട ഫിലോപ്പി ഒരു 4 എടുത്തിട്ട്. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇതാ സാലിക്കുട്ടിയാണ്. ഇപ്പൊ എന്താണ് സംഭവം ചെയ്യാൻ പോണ്? എന്താണ് അതിലേക്കുള്ള മസാല ഓയിലും തക്കാളിയും ഇതൊക്കെ മിക്സിയിൽ അടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഒന്നുകൊണ്ട് കറക്കിയിട്ട് ഇത് മൂപ്പിക്കണം. മസാല ആദ്യം ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ മീൻ പൊരിച്ചിട്ട് നമ്മള് ഫുള്ള് വാഴയിലൊക്കെ സെറ്റ് ആക്കാന്ന് വെച്ചു. അങ്ങനെയാണല്ലേ? ഇതിലേക്കുള്ള മീനാണ് ഉണ്ടായത് 4 എണ്ണം അല്ലേ? അത് മുന്നേ മസാല പുരട്ടി വെച്ചു അല്ലേ? ഓക്കെ. അപ്പൊ ഗ്യാപ്പിൽ ഇതും ആവട്ടെ, ഒപ്പം കറി ആവട്ടെ. ഉമ്മ റസ്റ്റിനങ്ങോട്ട് പോയിരിക്കുകയാണ്. ആ ഗ്യാപ്പില് സാലിക്കുട്ടി എന്നാ പിന്നെ നമ്മുടെ മസാല പരിപാടി നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആയിരിക്കും. എന്തായിരുന്നു ആവശ്യത്തിന് ഉപ്പ്. അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മള്. ഇത് ഈ മസാലയിൽ എന്തൊക്കെ ചേർത്തിരിക്കുന്ന പറയും? അതിലൊന്നുമില്ല. സബോള 2 സബോളയും 1 തക്കാളി, പിന്നെ 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി മാത്രം. ഇത് നമ്മള് മീൻ പൊരിച്ചതിന് ശേഷം അതിന്റെ ചേർത്താനുള്ള മസാലയാണ് അല്ലേ? അതിന്റെ മീതൊക്കെ ആക്കൂലേ ആ മസാല. ഇവിടെ ഉമ്മ ഉണ്ട്. ഉമ്മാന്റെ പരിപാടി എന്തായി? എന്റെ പരിപാടി ചോറ് ഊറ്റിച്ച് കൂട്ടാനെടുപ്പത്ത്. കൂട്ടാനല്ല, ചാറ് കൂട്ടി വെച്ചിരിക്കണം. ചാറ് ഒന്ന് തിളച്ച ശേഷം മീനിടും. മീനിട്ട് അല്ലെങ്കിൽ മീൻ ഉടയും. അപ്പൊ മീൻ ഇടാനായിട്ടില്ല. ശരി. പിന്നെന്താണ് പിന്നെ വിശേഷം? എന്താണ് നമ്മുടെ സബ്സ്ക്രൈബർമാർക്ക് നമ്മള് ലൈവില് വന്നിട്ടൊക്കെ ഒരുപാടായി. അപ്പൊ ലൈവില് വരുമ്പോ എപ്പോഴും ഉമ്മ എവിടെ, സാലിക്കുട്ടിയുടെ ഉപ്പ എവിടെയെന്നൊക്കെ ചോദിക്കാറുണ്ട്. അവിടത്തൊക്കെ എന്താ പറയാനുള്ളത്? ലൈവില് ഇപ്പൊ കുറച്ചായിട്ട് വരും അപ്പൊ എന്തായാലും വരും. നമ്മളെ ഇഷ്ടപ്പെടുന്നവര് എല്ലാവരും നമുക്ക് ലൈവില് വരുമ്പോ എല്ലാവരും വരാറുണ്ട്. നമ്മൾ ഇഷ്ടപ്പെടുന്നവര് നമ്മളോട് സംസാരിക്കുന്നുണ്ട് സമയം കളഞ്ഞ്. അപ്പൊ അവർക്കൊക്കെ വേണ്ടി നമ്മള് ലൈവില് വരും. നമ്മള് ലൈവില് വരും. പിന്നെ നമ്മള് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. നല്ല റീച്ചും കാര്യങ്ങളൊന്നും കുറവാണ്. അപ്പോ നമ്മള് അപ്പപ്പോ ഇങ്ങനെ ആലോചിച്ചെടുത്തിട്ട് അപ്പൊ തന്നെ ഉണ്ടാക്കി അങ്ങനെ അപ്പൊ തന്നെ അഭിനയിച്ച് അങ്ങനെ ഇടുകയാണ്. നമ്മൾ എഴുതി വെക്കുകയെ കഥകള് മറ്റുള്ളവരെ കണ്ടിട്ട് അങ്ങനെയൊന്നും അല്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലെന്താ വരുന്നത് അത് നമ്മളൊരു കഥയാക്കി എടുത്തിട്ട് അപ്പന്നെ അഭിനയിച്ച്. അപ്പൊ അതില് വല്ല കുറവോ നമ്മൾ എടുക്കണതിൽ എന്താ ഇവരിങ്ങനെ എടുത്ത്, എന്താ അവര് അയ്യോ അങ്ങനെ എടുക്കായിരുന്നു, അത് ഇതില് ചേർത്തായിരുന്നു ഇതും കൂടി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സബ്സ്ക്രൈബർമാരെ എല്ലാവരും അതൊന്ന് ക്ഷമിക്കുക. എല്ലാവരും നല്ല അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ കൂടി നിങ്ങൾക്ക് അറിയിക്കുക. പുതിയ പുതിയ ആൾക്കാർക്ക് നിങ്ങള് ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ
എല്ലാരും നമ്മുടെ വീഡിയോ കാണാൻ നിങ്ങളെല്ലാവരും ഇഷ്ടമാണ്, നിങ്ങളെല്ലാവരും കാണണമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്താ ചെയ്യാ, നമ്മളോരോ ഭാഗങ്ങളല്ലേ, നമ്മളിത് അപ്പൊ തൃശ്ശൂര്, നിങ്ങളൊക്കെ ഏതോ അവിടെയൊക്കെ ആകും. അപ്പൊ നമുക്ക് ലൈവിൽ കൂടിയൊക്കെ ഇൻഷാ അല്ലാഹ് കണ്ടുമുട്ടാ കുറച്ച് ഒത്തിരി ഒരു വീട്ടില് ഓരോരുത്തർക്കും വയ്യാതെ, അപ്പൊ എനിക്കൊക്കെ പനിയും പിടിച്ച്, എനിക്ക് പനി പിടിച്ച മോന് പനി വന്ന്, അത് മോൻ എനിക്ക് പിടിക്കും മോൾക്ക് വന്ന്, അങ്ങനെ ഒക്കെ വട്ടത്തിൽ റൗണ്ട് എത്തി ഒക്കെ ഒന്ന് തലപിടിച്ചിരിക്കുകയാണ്. എന്നാലും നമ്മള് വീഡിയോയില് വന്നിട്ട് മുടക്കില്ല. അത്രയ്ക്കും വയ്യാണ്ടായാൽ മാത്രം തന്നെ വീഡിയോ പിടിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റണ പോലെയൊക്കെ ഒന്ന് തലപൊന്തിച്ച് ഒന്ന് ആ നേരം ഒന്നൊക്കെ ഇതൊക്കെ ആക്കിയിട്ട് നിങ്ങളെ മുന്നിൽ വന്നിട്ട് ഒരുപാട് പേര് നമ്മൾ 2 ദിവസം വീഡിയോ ഒക്കെ ഇടാറാകുമ്പോ ചോദിക്കുന്നുണ്ട്, വീഡിയോ ഇടാത്തതെന്നൊക്കെ എല്ലാരും വിളിച്ചിട്ട് ചോദിക്കും. ഒരുപാട് താത്തമാര് വാട്സപ്പിൽ നമ്മുടെ നെച്ചിയുടെ അതിന് വേണ്ടിയിട്ട് എന്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടായിരുന്നു, വാട്സപ്പ് നമ്പർ. അതിലേക്ക് വിളിച്ചിട്ട് ഒരുപാട് വോയിസ് വിടും. ചിലവർ വിളിച്ചിട്ട് എന്താ നിങ്ങൾ വീഡിയോ ഇപ്പം ചെയ്യാത്തത്, നിങ്ങളെ വീഡിയോ ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്, നിങ്ങളെ വീഡിയോ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇടി എന്ന് പറയും. അപ്പൊ പിന്നെ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പൊ നമ്മള് എത്ര വഹിച്ചാലും വയ്യെങ്കിലും മുടക്കില്ല. ചില സമയത്തൊക്കെ പറ്റാണ്ട് വരുമ്പോ ഞങ്ങൾ എടുക്കാറില്ല. അങ്ങനെയൊക്കെ ഉമ്മാർത്ത് ഇനിയും ചോദിച്ചാൽ ഉമ്മ അങ്ങനെ വിശേഷങ്ങൾ ചോദിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും ട്ടാ. അപ്പൊ അതുകൊണ്ട് ഉമ്മാന്റെ ഭാഗത്ത് നമുക്ക് മെല്ലെ പോവാ. അല്ലെങ്കിൽ നിങ്ങൾ പറയും ഈ താത്ത വന്ന് തുടങ്ങി കഴിഞ്ഞാൽ നിർത്തുന്നില്ലല്ലോ എന്ന് പറയും. കമന്റ് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞാലും പറയും. അതുകൊണ്ട് ഞാൻ ഉമ്മാന്റെ ഭാഗത്ത് മാറ്റുന്നു. ഇതിപ്പോ എന്താ ഇട്ടതില്? ഇതില് മീനിലേക്ക് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കുറച്ച്, അപ്പം അതിന്റെ കുറച്ച് എടുത്തിട്ട് ഇതിലേക്ക് മിക്സ് ആക്കി. അപ്പൊ പിന്നെ നമുക്ക് വേറെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒന്നും ഇടേണ്ട ആവശ്യമില്ല, ഈ ഒരു മസാല മതി. ഇതിന്റെ നമുക്ക് കാണിച്ചു തരാം. ഇത് ഇലയില് പുള്ളിക്കണില്ല, വാഴയിലയില്. ഓക്കെ, ഉമ്മാന്റെ സ്റ്റാർട്ട് ആവാനായി. അപ്പൊ നമ്മുടെ കറി ഏകദേശം തിളച്ച പോലെ ഒരു ഇത് വരുന്നുണ്ട്. തുണി എടുത്തിട്ട് വരാം. നമ്മുടെ മീൻകറിയൊക്കെ തിളച്ച മണം വരുന്നുണ്ട്. തിളക്കുന്നുണ്ട്. ഇതെന്താ തിളച്ച് ഇതായിട്ടിട്ടില്ലെങ്കിലേ മീൻ അങ്ങനെ ഉടഞ്ഞു പോകും, മുള്ളു വേറെ മീൻ വേറെ ആവും. അപ്പൊ ഇത് മീനൊക്കെ നല്ല പോലെ മീൻ ഇട്ടിട്ട് ഒന്ന് വെന്ത ശേഷം തേങ്ങ ഒഴിക്കാം. ആ മീനൊന്നെടുത്ത് അപ്പൊ നമ്മുടെ കുറേ ആയി കഴിച്ചിട്ട്, ഒക്കെ മീനിന് പോകുമ്പോൾ കഴിച്ചതാ. പിന്നെ മാസങ്ങളായി കഴിക്കാൻ തുടങ്ങിയിട്ട് മീന് കച്ചവടമൊന്നും ഇല്ലാന്ന് വെച്ചിട്ട്. അതിന് ശേഷം പിലോപ്പി കിട്ടാറില്ല. അപ്പം ഇന്ന് ആള് പോയപ്പോഴേ മീനെടുത്തില്ല. മീന് ഇല്ല, ചാള തന്നെ ഉള്ളൂ. കിലോ 200, 2 കിലോ 100 പറഞ്ഞിട്ട് വീടിൻ്റെ മുന്നിൽ കൂടി വരുമ്പോൾ മാർക്കറ്റിൽ 100 രൂപ കിലോന്. ആ കുഞ്ഞേ ചാള ആര് മേടിക്കും നിങ്ങളൊന്ന് പറഞ്ഞേ. അപ്പോൾ ആളെന്ത് കാട്ടി പോയിട്ട് തിരിച്ചു വന്നു. അപ്പൊ പിലോപ്പി എടുത്തിട്ട് വന്നു, കറിക്കുള്ള മീൻ എടുത്തിട്ട് വന്നു. ഇനി കറി കടന്നിട്ട് ഒരു തിള വന്നപ്പോൾ നാളെ വയ്ക്കാം. എന്താ തേങ്ങാപ്പാലല്ലേ? മസാലയില് നമ്മളിതാ തേങ്ങ ഒഴിക്കുകയാണ്. എന്താണ് ഈ മസാലയാണ് ഇലയില് പൊതിഞ്ഞെടുക്കണ അല്ലേ? ആ മസാലയില് ആവശ്യത്തിന് കുറച്ച് തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും, പ്രത്യേകം ടേസ്റ്റ് കിട്ടും. അതിനാണ് തേങ്ങാപ്പാൽ ഒഴിക്കുക. തേങ്ങാപ്പാൽ കുറേ മസാല ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ, കുറേ മീൻ പൊള്ളിക്കുകയാണെങ്കിൽ നല്ല 1 തേങ്ങ 2 തേങ്ങയുടെ പാൽ ഒഴിച്ചിട്ട് കട്ടിക്ക് പാലെടുത്തിട്ട് ഉരുളിയിൽ വെച്ചിട്ട് നമ്മളൊന്ന് വറ്റിച്ച് അങ്ങോട്ട് നല്ലത് ഈ പരുവാകുമ്പോൾ നമ്മൾ ഇല വെച്ച് പൊള്ളിച്ചെടുക്കാം. ഇതിപ്പോൾ കുറച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ, 4 മീൻ പൊള്ളിക്കാനല്ലേ. തിളച്ച് വരുന്നുണ്ട് അല്ലേ? മീൻ വന്നിണ്ടാവോ? പിലോപ്പി കിടന്ന് തിളക്കുന്നുണ്ട്. നമ്മൾ തേങ്ങാപ്പാലാ തേങ്ങാപ്പാൽ വെക്കുന്നുണ്ട് കേട്ടാ. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാ. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ അതിന്റെ മൊത്തം അതിന്റെ കളറ് വ്യത്യാസം വരും. അങ്ങനെയൊക്കെ തന്നെ അതെന്താ കളർ അങ്ങനെ ഉടയ്ക്കാൻ പാടില്ല. നമ്മുടെ ഈ ചാറൊന്ന് വറ്റി കഴിഞ്ഞാല്
കറി സൂക്ഷാറുള്ള കറിയായിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക്. മീൻ കറി എന്ന് പറയുമ്പോൾ അടിപൊളിയായിരിക്കും. എന്താ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കി. നിങ്ങൾ വെച്ച് നോക്കാത്തവര് ഇതുപോലെ ഒരു ദിവസം ഒരു നേരം വെച്ച് നോക്കിയിട്ട് പിലോപ്പി, അതുപോലെ കായൽ മീനായാലും വലിയ കട്ട്ള, അതുപോലെ ബ്രാല് പൊരിക്കുക ചെയ്യുക. പിന്നെ ചിലവര് മാത്രം തന്നെ കറി വെക്കുള്ളൂ. അങ്ങനെ കറി വെക്കുകയാണെങ്കിലും നല്ലോണം ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പല, പെരിഞ്ചീരകവും തേങ്ങയിലിട്ട് അരച്ചിട്ട് അതിന്റെ പാല്, എന്നിട്ട് നല്ല എരിവും പുളിയും മുളകും ചൊട്ടുക്കൻ ഉണ്ടാക്കണം. നല്ല കറി സൂപ്പറായിരിക്കും. മീനൊക്കെ മുളകും ഇതൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ കറിക്ക് ഒരു തരി പുളി മുന്നിൽ നിൽക്കണം. എന്നാലാണ് ഈ കറി നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ വീട്ടിൽ ഉമ്മയൊക്കെ വെക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. വീട്ടിൽ പോയാൽ അവർ ഡാമിൽ പോയിട്ട് ഓരോ കുട്ടികളെ പോലുള്ള മീനൊക്കെ മേടിച്ചുകൊണ്ട് വരും. എന്നിട്ട് അവരൊക്കെ വെക്കും. ഇങ്ങനെ ഓരോ റൗണ്ട് തന്നെ ഉണ്ടാവും, നമ്മളെ പിന്നെ അരക്ക മുറിക്കുന്ന പോലെ. പക്ഷെ അങ്ങനെയൊക്കെ വെച്ച് നമ്മളും അങ്ങനെ കണ്ടുപിടിച്ച് നമ്മുടെ മക്കള് നമ്മളെ കണ്ടുപിടിക്കും. സൂപ്പർ, ഒക്കെ കറക്റ്റാ, ഒന്നും വേണ്ട. മാത്രം മതി. ഒന്ന് പറ്റുക. മസാല മതി. ഇനിയിപ്പോ ഇലയില് ഇതാക്കി വെക്കാനുള്ളത് മതി. ഇനി വേണ്ട, വറ്റിയിട്ടുണ്ട്, നല്ലോണം കുഴമ്പായി. മീനില് വാരി പൊതിയുമ്പോ നിൽക്കും. എന്റെ ഇതില് കൈ ഇടപെടുത്തണം പറഞ്ഞിട്ട് കുക്ക് ഓഫ് ആക്കിയിട്ടുണ്ട്. കുക്കിന് വാഴല വേണോ? വാഴല 4 വാഴല വേണം. ഓക്കെ, അപ്പൊ ഞാൻ പോയി വാഴല പൊടിച്ചിട്ട് വരാം. അപ്പൊ നമ്മുടെ മീൻകറിയൊക്കെ നല്ല ഉഷാറുള്ള കറിയായി. ഇനി കറിയൊന്നുമില്ല, ഇനി ഓഫാക്കി വെക്കാൻ പോവാണ്. ഇതേ ആയിക്കണ്. ഇനി ഒന്ന് ഇതായി തള നിന്നാല് ഓഫാക്കാൻ പോവുകയാണ്. ഇത് ആയിക്കണ്. അപ്പൊ നമ്മുടെ മീൻ കറി നിങ്ങൾക്ക് ഇഷ്ടമായാല് നിങ്ങൾ ഇതുപോലെ വെച്ച് നോക്കിയിട്ട് കമന്റിൽ കൂടി അറിയിക്കണേ. ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് അറിയിക്കണം. അപ്പൊ കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കൂടി അറിയിക്കുക, കമന്റിൽ കൂടി അപ്പൊ നമ്മളെ മീൻകറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബർമാർ എല്ലാവരും ചെയ്തിട്ടുണ്ട്. ആദ്യമായി കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം. എല്ലാവർക്കും ഞങ്ങളെ ഇഷ്ടമാണെന്ന് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ കാണുന്ന കാരണല്ലേ നമുക്ക് ഈ നിലക്ക് ഇപ്പൊ ഇങ്ങനെ നിൽക്കാൻ കാരണം നിങ്ങളാണ്. ഈ വീഡിയോ പിടിക്കാനൊക്കെ ഒരു സന്തോഷമുള്ളത് നിങ്ങളാണ്. അപ്പോൾ ഇനിയും നിങ്ങൾ ഞങ്ങളെ വീഡിയോ കാണും നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് അപ്പൊ എന്നാ ശരി, ബൈ. എന്നാ ശരി, ടാറ്റാ. സാരിക്കുട്ടിന്റെ കാര്യം പറയും. മസാല റെഡിയാക്കിയതിനു ശേഷം മീൻ പൊരിക്കാൻ പോവാണ്. ഇതെന്താ മീൻ പൊരിക്കാനായിട്ട് റെഡിയാക്കാം. ഞാൻ മീൻ ഇടുന്നതിന് മുമ്പ് ഞാൻ പോയി വാഴ പൊടിച്ചു തരാം. കൊറേ ദിവസമായില്ലേ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അത് കാരണം എന്താ പറയണ്ടെന്ന് അറിയുന്നില്ല. ഇനി നമ്മള് ഇടയ്ക്കിടയ്ക്ക് ഓരോ കുക്കിംഗ് ആയിട്ട് ബ്ലോഗ് വരും. അപ്പൊ ഇവരെന്നെ കളിയാക്കുക. അപ്പൊ ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മൾ ഇനി ഓരോ ബ്ലോഗായിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരും. കുക്കിങ്ങൊക്കെ ആയിട്ട്, മറ്റേ എണ്ണക്കടിയായിട്ടും എന്ത് നമ്മൾ കഴിക്കണം അതൊക്കെ ആയിട്ട് വരും. നിങ്ങളെല്ലാവരും കാണണം. അപ്പൊ പറഞ്ഞോ, പൊള്ളിക്കുന്നതിന്റെ ഭാഗമായി ആദ്യം നമ്മൾ എണ്ണ ഒഴിക്കുന്നു. പൊള്ളിക്കല്ല, നമ്മള് പൊരിക്കണത്. മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ആ മീന് നമ്മൾ ആദ്യം ഇതിൽ പൊരിക്കണം. പൊരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിക്കുന്നു, കറിവേപ്പില ഇടുന്നു. ഓയിൽ നല്ല പോലെ ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലോട്ട് മീനിടും. ഈ കറിവേപ്പില എന്തിനാ ഇടുന്നത്? അതിടേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് നോൺ സ്റ്റിക്കാണ്. പക്ഷെ ഒരു സമാധാനം. ഇവിടെ മീനൊക്കെ മസാല നല്ല മണം ഉണ്ടാവും. മുന്നേ വെച്ചിട്ടുണ്ട്. ഉള്ളിലൊക്കെ മസാല പിടിച്ചിട്ടില്ലേ സാരിക്കുട്ടി? നന്നായിട്ട് തേച്ചില്ലേ? ഞാൻ വെറുതെ പിന്നെ മറ്റേല് മസാല ഉണ്ടല്ലോ ഓൾറെഡി. അപ്പൊ ഉമ്മ പറഞ്ഞു ഇതിൽ ഒരുപാട് മസാല ആക്കണ്ടെന്ന് പറഞ്ഞു. അതാ പിന്നെ ആക്കാന്. പിന്നെ നമ്മള് വേറെ മസാല സെറ്റ് ചെയ്യുന്ന കാരണമാണ് കേട്ടോ അത്. പിന്നെ ഇതിലധികം മസാല ഇല്ലാത്തത് നമ്മള് മസാല നേരത്തെ ഉണ്ടാക്കിയത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു. ഒരു ചെറുതും
ഒരു വലുത് വെച്ച് കൊടുത്താ കറക്റ്റ് ആയില്ലേ? സാധാരണ തിരിച്ച് അതെ വിൽക്കാൻ തോന്നിയത്. ഞെക്കിക്കൊല്ലണോ? ഇനി ഇത് മൊരിയട്ടെ. അപ്പോഴേക്കും ഷെബിക്ക പോയിട്ട് വാഴ പൊട്ടിച്ചിട്ടാണ്. വാഴ സെറ്റ് ആയിട്ടുണ്ട്. വായു നമ്മള് മസാല വെക്കാൻ പോണ്, മീനയില് വെക്കാനും പോവാണ് അല്ലേ? ആദ്യം അരയില് ഇങ്ങനെ ആക്കി കൊടുക്കും. ഓക്കെ, മീൻ എടുക്കട്ടെ? ചെറുതെടുത്താ മതി. ചെറുതാ? ഞാൻ മക്കൾക്ക് അതിന് മീനൊക്കെ വെച്ചിട്ട് അല അങ്ങോട്ട് പോയല്ലോ, അപ്പുറത്തെ പറമ്പേക്ക്. അത് വെന്ത് വരുമ്പോ അങ്ങനെയായി. മസാല പിടിച്ചോ ഫോണ്? തല ഒടിഞ്ഞു പോയി. ഇങ്ങനെ കാണുമ്പോ ചെറിയ മീൻ പോയിട്ടുണ്ട് കേട്ടോ. ഇത് ചെറിയ മീൻ തന്നെയാ. ചെറിയ മീനാ ഇത്. സത്യം പറഞ്ഞാൽ ഉമ്മ കഴിക്കൂല. അപ്പൊ ഉമ്മ പറഞ്ഞു എനിക്ക് മീൻ വേണ്ടാന്ന് പറഞ്ഞു. എന്നാ പിന്നെ ചെറുത് മതി എന്ന് പറഞ്ഞിട്ട് എടുത്ത മീനാണ് കേട്ടോ ഇത്. ബാക്കിയൊന്നും കുഴപ്പമില്ല. ഓക്കെ, അപ്പോ ഇതിവിടെ പൊതിയുന്നതിന് മുമ്പായിട്ടേ നമുക്ക് ഇവിടെ അടുത്ത മീൻ വെക്കാം, എന്നാലും ഇതാവുള്ളൂ. അല്ലെങ്കിൽ എല്ലാരും ചോറിനാൻ ഇന്ന് രാത്രി 12 മണിയാവും. അപ്പൊ അടുത്തത് നമുക്ക് ഇടാം. അപ്പൊ നാളെയാണ് നമ്മ കറിയൊക്കെ സെറ്റായി കഴിഞ്ഞു. ഇനി മീൻ കൂടി കഴിഞ്ഞാൽ ചോറിനാ അല്ലേ? മോഹമാം അപ്പൊ അത് പൊരിയട്ടെ. അപ്പൊ ഇതാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അവിടെ കെട്ടാം. അപ്പൊ തൽക്കാലം നമുക്ക് ഇതുപോലെ എല്ലാം കെട്ടാം. അതിനുശേഷം എല്ലാം കെട്ടിയതിനു ശേഷം നമുക്ക് ആക്കാം. ഇതിനി ഇങ്ങനെ മസാല ആക്കിയതിനു ശേഷം വെറുതെ ഒന്ന് ചൂട് കൊള്ളിക്കണം. ഒന്ന് ചൂട് കൊള്ളിക്കണം. ഓക്കെ. കെട്ടൽ ചിലവരെ ശരിയാവും, ചിലവരെ ശരിയാവില്ല. ശരിയായിട്ടില്ല. കുഴപ്പമില്ല. നമ്മുടെ കെട്ടേ ഫ്ലോപ്പായി എന്ന് പറഞ്ഞിട്ട് കലിപ്പില് സാരിക്കുട്ടി കെട്ടുകയാണ് കേട്ടാ. നോക്കാം നമുക്ക് സക്സസ് ആവുള്ളൂ. ഞാൻ കെട്ടിയാൽ പിടിച്ചില്ല. പറയാ കെട്ടാനും അറിയില്ല, വാഴ മുറിക്കാനും അറിയില്ല എന്ന് പറഞ്ഞിട്ടേ പറഞ്ഞു. എന്താ അവസ്ഥ നമുക്കൊന്ന് നോക്കി നോക്കാലോ. എനിക്ക് കെട്ടാനൊന്നും അറിയില്ല. അതിനാണ് നിങ്ങളെയൊക്കെ വിളിച്ചത്. ചെമ്പിക്കാണെങ്കിൽ ഫുള്ള് കൊളാക്കി വെച്ച്. ഒരു കുഞ്ഞ മീന് നോക്കി എന്തോരം വലിയ പൊതിയാണെന്ന്. ഇത് ഞാൻ കെട്ടിയതാണ്. അത് വൃത്തിയുണ്ട് കേട്ടാ. ടെക്നിക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ പ്രിയ സുഹൃത്തുക്കളെ. ടെക്നിക്ക് ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. ഹോട്ടലില് വേണമെങ്കിൽ പണിക്ക് പോവായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഹോട്ടലിൽ ഞാൻ ഹെൽപ്പറായിട്ട് പണിക്ക് വിളിക്കട്ടെ. ദിവസം 200 രൂപ. ഇതിനെന്താ കുഴപ്പം? കറക്റ്റ് മീനിന്റെ ബ്രില്യന്റ്. ഞാൻ കെട്ടിയതാണോ സാലിക്കുട്ടി കെട്ടിയതാണോ വൃത്തിന്ന് നിങ്ങൾ പറയണം പ്രിയ സുഹൃത്തുക്കളെ, പറയണം. അപ്പൊ നമ്മള് കറി എടുത്തു, ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടാ. അപ്പൊ നേരെ വേറെ കറി വേറെ ചട്ടിയിലോട്ട് മാറ്റുകയാണ്. ഇത് ഉമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇത് ഓട്ടയാടെടുക്കണമെന്നേ. അപ്പൊ അതുകൊണ്ടാണ് സാലിക്കുട്ടി ശ്രദ്ധിച്ചിട്ട് എടുക്കുന്നത് കേട്ടാ. അപ്പോൾ അത് എടുക്കുന്ന ഗ്യാപ്പിൽ തന്നെ വാഴ വെച്ചിട്ട് ഒന്നും കൂടി നമ്മൾ ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പം ഇനി നമുക്ക് നേരെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തിലോട്ട് പോകട്ടാ. എന്താ കറിയൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം.
പറക്കണം. അപ്പോൾ ചോറൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ കഴിച്ചിട്ട് എങ്ങനെയെന്ന് പറയട്ടാ. അമ്മ പോയിക്കുമ്മ. സാലിക്കുട്ടി ചോറ് വന്നിട്ടുണ്ട്, ചോറ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും മീനും വരുന്നുണ്ട്. ആയലയിലൊക്കെ വെച്ചിട്ട് മീൻ റെഡിയാക്കിയിട്ടുണ്ട്. കുത്തരിച്ചോറ്. കഴിക്ക് ചാറ് വെച്ചോ. ഉമ്മ അയക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഉമ്മ കഴിക്കില്ല എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചിട്ട് പിന്നെ ഒരു ചെറിയൊരു പീസ് ഉള്ളതിൽ ചെറുത് ഉമ്മാക്കാണ് ട്ടോ വെച്ചത്. നല്ല ചൂടുണ്ട് അല്ലേ അമ്മ? സാരിക്കുട്ടി വെച്ച മസാല ആയതുകൊണ്ട് ഉമ്മ ടേസ്റ്റ് വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. കറി നിങ്ങൾ പറയാം. ഉമ്മ വെച്ചാൽ മതി. ആണോ? കുരുമുളകൊക്കെ അല്ലേ? കറിയൊക്കെ ഉമ്മാന്റെ കറി എങ്ങനെ നോക്കിട്ട് പറയാം കുട്ടി. പറഞ്ഞ ഓക്കെ പറയട്ടെ, എല്ലാവരും പറയട്ടെ. ഇപ്പൊ ഇവിടെ അയക്കുന്നുണ്ട്. കഴിച്ചു നോക്കി അതിന് ആണോ? കട്ടയക്കുന്നുണ്ട്. സൂപ്പർ അടിപൊളി. അന്നേരം വന്നിട്ടുണ്ട് അല്ലേ? സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ അല്ലേ? അപ്പൊ എന്നാ പിന്നെ നിർത്തിയാലോ? അപ്പൊ വേണ്ട. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ. എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ നമ്മളിവിടെ ഫിലോപ്പി എന്നാണ് പറയാല്ലേ മാ? നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയാന്ന് കമന്റ് ഇടുക. അപ്പൊ ഏറെക്കുറെ എല്ലാവർക്കും എന്താ പറയാ സന്തോഷം മാത്രം. അപ്പൊ എല്ലാവർക്കും ഒരു ടാറ്റ കൊടുക്കൂ. അതെ.